ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് നമ്മളോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ വാട്സപ്പിൽ മെസ്സേജായിട്ടൊക്കെ വിടുന്നുണ്ട്. നമുക്ക് ഓർഡർ കിട്ടണില്ല, അതുപോലെ തന്നെ ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക. നമ്മളിതിൻ്റെ വീഡിയോസ് നമ്മളിങ്ങനെ ഇടുന്നുണ്ട്, പക്ഷേ എന്നാലും നമ്മളുടെ ഓരോ വീഡിയോസിൻ്റെ അടിയിലും കമൻ്റായിട്ടും പേഴ്സണലായിട്ടും നമുക്ക് വിളിച്ചിട്ടും ഒക്കെയാണ് ഇതുപോലത്തെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അതായത് ടൈലറിങ് ആണെങ്കിലും സ്ക്രഞ്ചീസ് അടിച്ചിട്ട് സെയിൽ ചെയ്യാനും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് ഒന്നിനും നമുക്ക് ഓർഡർ കാര്യങ്ങൾ കിട്ടുന്നില്ല. അപ്പോൾ അത് കിട്ടുമ്പോഴല്ലേ നമുക്ക് ചെയ്യാനുള്ളൊരു ആകാംക്ഷയും ഉന്മേഷമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനെന്താ ചെയ്യുക, ഒരു വഴി പറഞ്ഞു തരുമോ? വെറുതെ വീട്ടിലിരിക്കുന്ന ആളാണ്, വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് നമുക്ക് വിളിച്ചുകൊണ്ടിരിക്കണുണ്ട്, മെസ്സേജും ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിളിക്കണ്ട, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം, നമ്മൾ തന്നിട്ടുള്ള നമ്പറിൽ മെസ്സേജ് വിടുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടത് വെച്ചെങ്കിൽ അത് നമ്മൾ പറഞ്ഞു തരാം. അത് മാത്രമല്ല, നമ്മൾ നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഓരോ വീഡിയോസിനും ഫുള്ളായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണാണ്ട് പിന്നെയും നമുക്ക് അതിൻ്റെ നമ്പർ എടുത്തിട്ട് വിളിക്കുകയാണ്. ഈ വീഡിയോസിൽ എന്താണോ പറയണത് അതുതന്നെയാണ് എനിക്ക് നിങ്ങൾക്ക് വിളിച്ചാലും പറഞ്ഞു തരാനുള്ളത്. പിന്നെ വിളിക്കുമ്പോൾ ഓരോരുത്തർക്കായിട്ട് മറുപടി കൊടുക്കണേക്കാൾ എത്രയും നല്ലതാണ്. അത് ഒരൊറ്റ വീഡിയോ ആകുമ്പോൾ അതെല്ലാവർക്കും ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് ഓരോരുത്തരും ഇങ്ങനെ മെസ്സേജ് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ റിപ്ലൈ തരും, പക്ഷേ അത് നമുക്ക് സമയത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് റിപ്ലൈ തരാൻ പറ്റുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഓർഡർ കിട്ടുക, അതുപോലെ എന്താണ്, ഇങ്ങനെ ചെറിയ കുട്ടിയാണ്, വീട്ടിലിരിക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കണം എന്നുണ്ട്. പിന്നെ നമ്മുടെ കുറേ മുന്നത്തെ ഒരു മാല കോർക്കണ ഒരു വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആളെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു വർഷം മുന്നേ ഞാൻ ഇട്ടതാണ്. ഞാൻ ഒന്നും കൂടെ എടുത്തിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ അപ്ലോഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ അത് അന്ന് നമുക്ക് ആളെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അന്ന് രണ്ടാൾക്കാർ ഇവിടെ അടുത്തുള്ളവർ വരികയും ചെയ്ത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ അവർക്ക് ഇത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്ക്രഞ്ചീസ് അടിക്കാൻ നമ്മൾ ആളെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇവിടുന്ന് വീടിൻ്റെ അടുത്തുള്ളടത്ത് കുറച്ച് വിട്ടിട്ടൊക്കെ ആയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം അപ്പോൾ അതും വേണ്ട. അപ്പം ഇനി ഇതേപോലെ വേക്കൻസി വരുമ്പോൾ നമ്മൾ പറയും. പക്ഷെ ഒരുപാട് ലോങ് ഉള്ളത് നമുക്കും പറ്റൂല, നിങ്ങൾക്കും പറ്റൂല. എന്തെങ്കിലും ഒന്ന് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളും ഇതിൽ ഇതാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഒരുപാട് ലോങ് ഉള്ളവരൊന്നും നമ്മൾ എടുക്കാത്തത്. ചേച്ചിക്ക് ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് ചേച്ചി എന്താണ് ചെയ്ത്, എങ്ങനെയാണ് ഓർഡർ കിട്ടുന്നത് എന്നൊക്കെയാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ എനിക്ക് ഓർഡർ കിട്ടിയ കുറച്ച് കാര്യങ്ങളും എങ്ങനെയാണ് എനിക്ക് ഓർഡർ കിട്ടുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോസിൽ പറയണത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, ഫുള്ള് കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. വിളിക്കണ്ട, വിളിച്ചു കഴിഞ്ഞ് ചിലപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല. അതാണ് ഞാൻ പറയണത്. നിങ്ങളും വാട്സപ്പിലും എപ്പോൾ മെസ്സേജ് ഇട്ടാലും ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും. കസ്റ്റമറെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള, അതായത് ഞാനിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നതും എങ്ങനെയാണ് നമുക്ക് കസ്റ്റമറിനെ ഇങ്ങനെ കിട്ടുന്നത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ അതിൻ്റെ ഒരു 10 ടിപ്സുകളാണ് നമ്മൾ പറയണത്. അപ്പം അതുപോലെ നിങ്ങളും ഫോളോ ചെയ്യുക, എങ്കിൽ നിങ്ങൾക്കും നല്ല രീതിയിൽ കസ്റ്റമറെ കിട്ടും. അത് മാത്രമല്ല, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് കസ്റ്റമറിനെ കിട്ടണമെന്നൊന്നുമില്ല. നമ്മൾ കുറച്ചൊക്കെ റിസ്ക് എടുത്താൽ തന്നെയാണ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാനീ പറയണ പോലെ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ക്ഷമ വേണം. അല്ലാണ്ട് ഇന്നിങ്ങോട്ട് ചെയ്ത് ഇന്നുണ്ട് വീഡിയോ ഇട്ട് ഇന്ന് തന്നെ ഓർഡർ കിട്ടും അങ്ങനെയൊന്നുമില്ല. അതിനൊക്കെ ഒരു സമയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട് പെട്ടെന്നുണ്ട് ഓർഡർ കാര്യങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയണത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്തെടുക്കാൻ. എങ്ങനെയാണ് എനിക്ക് കസ്റ്റമറെ കിട്ടിയെന്നാണ് കുറേ പേര് ചോദ്യം. അതുപോലെ തന്നെ എനിക്ക് കസ്റ്റമറെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ, അതെൻ്റെ അനുഭവത്തിൽ നിന്നിട്ടുള്ള, അങ്ങനെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമറിനെ കിട്ടും. അപ്പോൾ എന്താണ് ഫസ്റ്റത്തെ
ഇത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുമല്ലോ. സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് ഗ്രൂപ്പുകളുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യും. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് റേറ്റ് കാര്യങ്ങൾ അവർ ചോദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവർക്ക് റേറ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ അവർ അത് വാങ്ങും. വീണ്ടും അവർക്ക് വാങ്ങിച്ചതിന് ശേഷം ക്വാളിറ്റി കാര്യങ്ങൾ കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടാൽ പിന്നെ നമുക്ക് ഓർഡേഴ്സ് കാര്യങ്ങൾ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു കസ്റ്റമർ അങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കസ്റ്റമറിന് നമ്മൾ നല്ല രീതിയിൽ അവരോട് പെരുമാറുക. അതായത് നമുക്ക് ദേഷ്യം കാര്യങ്ങളും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ആ ദേഷ്യം നമ്മൾ കസ്റ്റമറുടെ അടുത്ത് കാണിക്കരുത്. എത്ര അവരങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞാലും നമ്മൾ ഒന്ന് താഴ്ന്നു കൊടുക്കുക. കാരണം നമുക്ക് നമ്മുടെ ബിസിനസ്സാണ് എന്ന് വിചാരിച്ചിട്ട് വല്ലാണ്ട് ഇതാവരുത്. അപ്പോൾ അങ്ങനെ നമ്മൾ കസ്റ്റമറുടെ അടുത്തുള്ള ഡീലിങ് അത് ശരിയായ രീതിയിലായിരിക്കുക. പിന്നുള്ളത് നമ്മളെ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളും അതുപോലെ തന്നെ പാക്കിങ് കാര്യങ്ങൾ എല്ലാം നല്ല ക്ലീൻ ആക്കിയിട്ട് കൊടുക്കുക. ഇതാണ് 2 കാര്യങ്ങൾ. പിന്നുള്ളത് നമ്മൾ എന്തെങ്കിലും അവർ ഓർഡറൊക്കെ എടുക്കുന്ന ടൈമിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് കൊടുക്കുക. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള അനുഭവങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യണത്. എല്ലാവരും ഇതേപോലെ ആണോ എന്ന് എനിക്കറിയില്ല. ഞാൻ എന്താണോ ചെയ്യണത് അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അപ്പം അതുപോലെ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ തന്നാലും അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ട് തന്നു കഴിഞ്ഞാലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക, നല്ല ഫിനിഷിങ്ങിൽ അവർ പറയുന്ന ടൈമിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടി നോക്കുക. അത് മാത്രമല്ല പിന്നെ വരുന്നത് അവർ സാധനം കൊടുക്കുമ്പോൾ ഒന്നും കൂടെ നമ്മൾ നിവർത്തി ഒന്നും കൂടെ സെറ്റാക്കിയിട്ട് നമ്മൾ വീണ്ടും പരിശോധിച്ചിട്ട് എന്തെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വീണ്ടും നമ്മളൊന്നും കൂടെ നോക്കുക. എന്നിട്ട് അവർക്ക് പാക്ക് ചെയ്തിട്ട് അവർ പറയുന്ന ടൈമിനുള്ളിൽ സാധനം അവരെ സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുക. ഇനി നമുക്ക് പറയുന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും അവരോട് പറയുക. അങ്ങനെ ഒരു ഇതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞ ടൈമിന് തരാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അതും അവരോട് പറയുക. ഏറ്റവും ബെസ്റ്റ് അവർ പറയുന്ന ടൈമിനുള്ളിൽ നമ്മൾ സാധനം അവരുടെ കയ്യിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്തിട്ട് പോണത്. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഓർഡേഴ്സ് കിട്ടുന്നത്, എങ്ങനെയാണ് കസ്റ്റമറിനെ കിട്ടുന്നത് എന്നുള്ളത്. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ഞാൻ ഫോളോ അപ്പ് ചെയ്ത് പോണത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നല്ല രീതിയിൽ കസ്റ്റമറുടെ അടുത്ത് ഇടപഴകുക. ഓർഡർ കിട്ടാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ നിരന്തരം നമ്മൾ പോസ്റ്റ് അപ്ലോഡ് ചെയ്യുക, വീഡിയോസ് ഇടുക. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഓർഡേഴ്സ് കാര്യങ്ങൾ കിട്ടും. എന്ത് ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. സ്ക്രീൻ കാണുന്ന വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, വിളിക്കണ്ട. അപ്പോൾ സമയത്തിനനുസരിച്ചിട്ട് ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഹൈപ്പ് എന്നുള്ള ഓപ്ഷന് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.